അരുവിക്കര തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ ഏറ്റവും സന്തോഷത്തിലായത് ബി.ജെ.പിക്കാരാണ്. കാരണം നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ തന്നെ എല്ലാം ഹൈന്ദവ വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളാണല്ലോ. ഹിന്ദു മതക്കാരെല്ലാം നമ്മുടെ പാർട്ടിക്കാരാണ് എന്ന് വിശ്വസിക്കുന്നതിനാലും മിസ് കോൾ മെമ്പർഷിപ്പ് കേരളം ഭരിക്കേണ്ട പിന്തുണയ്ക്ക് അപ്പുറം എത്തിയതിനാലും ബി.ജെ.പിക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. പോത്തിറച്ചി കഴിക്കുന്നയാളാണെങ്കിലും മോദിയുടെ ഗോവധത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് കെ സുരേന്ദ്രൻ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അവസരം കിട്ടിയാൽ അതൊന്നും നഷ്ടപ്പെടുത്തില്ല. ഇടതുപക്ഷക്കാർ നടത്തിയ ബീഫ് ഫെസ്റ്റിവലുകളാണ് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് സുരേന്ദ്രൻ കണ്ടെത്തുന്നു. ഇവിടെ പോത്ത് സമരം നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ എല്ലായിടത്തും ഡിവൈഎഫ്ഐക്കാര് പോത്ത് സമരം നടത്തി. മോദി ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ സമ്മതിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ പ്രചരണ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പോത്ത് കഴിക്കാൻ പറ്റാത്തതാണെന്നാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. ഡിവൈഎഫ്ഐ എവിടെയുമില്ല. 1500 പോത്ത് ഫെസ്റ്റിവലുകളാണ് ഡിവൈഎഫ്ഐ കേരളത്തിൽ നടത്തിയത്. മോദി ആരോടെങ്കിലും കേരളത്തിൽ ആരോടെങ്കിലും പോത്ത് കഴിക്കേണ്ടത്? നിങ്ങൾ ഇഷ്ടം പോലെ പോത്ത് കഴിച്ചോളൂ. UDF അല്ലേ ഇവിടെ ഭരിക്കുന്നത്, ഇഷ്ടം പോലെ കഴിച്ചോളൂ. മോദി പോത്ത് കഴിക്കേണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. മോദി പശുക്കളെ കൊല്ലാൻ കഴിയില്ലെന്ന് മാത്രമേ മഹാരാഷ്ട്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളൂ. അത് കാശ്മീർ ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്. അത് ആര് പറഞ്ഞാലും ഞങ്ങളുടെ ആ നിലപാടിൽ മാറ്റമില്ല. ഞങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലൊന്നും പശുക്കളെ കൊല്ലാൻ സമ്മതിക്കില്ല. പോത്ത് ബാക്കിയൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. പക്ഷെ ഇവിടെ ഒരു ഭീഷണിയുമില്ല. ഇഷ്ടം പോലെ പോത്ത് കഴിക്കുകയാണ് എല്ലാ ഹോട്ടലുകളിലും. ഡിവൈഎഫ്ഐ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് മോദി തീരുമാനിക്കും. KN കുഞ്ഞം അതിനെ പോലുള്ള പരട്ട് വർഗീയവാദികൾ, പിന്നെ ഡിവൈഎഫ്ഐയുടെ കുറെ നേതാക്കളുണ്ട്, ചെറുപ്പക്കാര്, അസലായിട്ടുള്ള വർഗീയവാദികൾ. അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മതേതരത്വവും ഇല്ല. അവർ പച്ചയായിട്ടുള്ള വർഗീയമാണ്. അവരെല്ലാവരും ഇവിടെ ചേർന്ന് ഇവിടെ പോത്ത് കഴിക്കാൻ മുസ്ലിങ്ങളെ സമ്മതിക്കുന്നില്ല. നല്ല മുസ്ലിങ്ങൾ ആരും പോത്ത് കഴിക്കുന്നില്ല. കാരണം ഈ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പോത്തുകൾക്ക് കാലികളിലും മാരകമായ രോഗങ്ങളാണ്. ചെക്ക് പോസ്റ്റിൽ ഒരു പരിശോധനയുമില്ല. രോഗം വരുത്തുന്ന കന്നുകാലികളെ നല്ല മുസ്ലിം സഹോദരന്മാർ ആരും കഴിക്കുന്നില്ല. എന്നിട്ട് ഡിവൈഎഫ്ഐ ഇവിടെ മോദി ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ 1500 മേളകൾ നടത്തി. എന്താ ഇതിന്റെ പ്രതിഫലനം? പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, സ്ത്രീകളൊക്കെ ഇടയിൽ പോയിട്ടാണ് ഇത് പറയുന്നത്. ഇനി വെള്ളിയാഴ്ച ഉണ്ടാവില്ല, പള്ളി പോകേണ്ടതുകൊണ്ട് അത് എടുത്തു മാറ്റാൻ പോകുന്നു. ഇനി പോത്ത് കഴിക്കാൻ പറ്റില്ല. ഈ മാതിരി പ്രചരണം നടത്തി മുസ്ലിങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുടെ കൂടെ പോവുകയാണ്. ഹിന്ദുക്കളെല്ലാം ബി.ജെ.പിയുടെ കൂടെ വരും എന്നതാണ് സുരേന്ദ്രന്റെ പ്രതീക്ഷ. അതൊക്കെ പോട്ടെ, സോഷ്യൽ മീഡിയയിൽ VT ബൽറാം സുരേന്ദ്രനെയും ബി.ജെ.പിയെയും കുറിച്ച് ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് കൂടി പ്രതികരിക്കണം. മോദിയെ ഡംബു മാമ എന്നും അമിത്ഷായെ അമിത് ഷാജി എന്നും സുരേന്ദ്രനെ സുരൂഷ് എന്നുമൊക്കെയായിരുന്നു ബൽറാം വിളിച്ചത്. ബി.ജെ.പി ഇനിയുള്ള കാലം അമ്മാതിരി പ്രയോഗം നടത്തുന്നവരെല്ലാം ശരിപ്പെടുത്തുമത്രേ. പണ്ടത്തെ കാലമല്ല, ചോദിക്കാൻ ആളുണ്ട്. ഇപ്പോ പ്രധാനമന്ത്രിയെ എന്ത് പറഞ്ഞു ആക്ഷേപിക്കാമെന്നാണ് ചില ആളുകൾക്ക്. ഏത് വൃത്തികെട്ട മ്ലേച്ഛമായിട്ടുള്ള ഭാഷയിലും ആളുകൾ ആക്ഷേപിക്കുകയാണ്, ജനപ്രതിനിധികൾ പോലും. ഈ രാഷ്ട്രീയം കേരളത്തിൽ അധികകാലം ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. സുരേന്ദ്രൻ പറയുന്നത് കേട്ട് VT ബൽറാം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ സുരേന്ദ്രൻ ജി പോത്തിനെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് KNനെയും മറ്റും എന്തോ വിളിച്ചല്ലോ. എന്താണത്? KN കുഞ്ഞം അതിനെ പോലുള്ള പരട്ട് വർഗീയവാദികൾ. സുരേന്ദ്രൻ നടത്തിയ ഈ പ്രയോഗം രാജ്യസ്നേഹത്തിലും ബി.ജെ.പി സ്നേഹത്തിലും അധിഷ്ഠിതമാണെന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് ഇനിയുള്ള കാലം ബി.ജെ.പിയെയോ ഡംഭു മാമ അമിത് ഷാജി മുതലായ ആദരണീയരെ കുറിച്ചോ പറയുന്നത് സൂക്ഷിച്ചു വേണം എന്ന്. കാരണം അവരൊക്കെ ദൈവിക ശക്തിയുള്ളവരും ബാക്കി എല്ലാ നേതാക്കളും മണഗുണാഞ്ചന്മാരുമാണ്. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.